ഇനി ലോകത്ത് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാർ അവർ നമുക്ക് മാതൃകയാണല്ലോ, ആർക്കും സംശയമല്ല. കാരണം അമ്പിയാക്കന്മാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം എന്താ? ഉലൈകല്ലദീന ആതൈനാഹുമുൽ കിതാബ വൽ ഹുക്മ വൻ നുബുവ. അല്ലാഹു പ്രത്യേകം എടുത്തു പറയാൻ, നബിമാരാരാണ്? അവർക്ക് നാം വേദഗ്രന്ഥങ്ങൾ നൽകി, അവർക്ക് നാം വിജ്ഞാനം നൽകി, അവർക്ക് നാം പ്രവാചകത്വം നൽകി. ഒരു മഹത്വം പറഞ്ഞു. പിന്നെയോ ഉലൈകല്ലദീന ഹദല്ലാഹ്, അല്ലാഹു ഹിദായത്ത് കൊടുത്തവരാണ് നബിമാര്. ഫബിഹുദാഹു മുഖ്തദി, അവരുടെ ഹുദയം നിങ്ങൾ പിൻപറ്റണം. സൂറത്ത് അൻആമിന്റെ 89 മുതലുള്ള ആയത്തുകളാണ്. എന്നും നമസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിലൂടെ നയിക്കണേ അല്ലാഹ്. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, ആരുടെ മാർഗമാണ് ആ സിറാത്ത്? ഏതാണ് ആ സിറാത്ത്? നീ അനുഗ്രഹം ചെയ്ത ആളുകളുടെ വഴിയിൽ. ആരാ നീ അനുഗ്രഹം ചെയ്തവര്? ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ, കോപത്തിന് അർഹരായവരല്ല, പിഴച്ചുപോയ ആളുകളുമല്ല, മറിച്ച് നീ അനുഗ്രഹം ചെയ്ത ആളുകളുണ്ടല്ലോ, അവരുടെ വഴിയിൽ റബ്ബേ എന്നെ നീ ചേർക്കണയെന്ന് ഇന്നും നമ്മൾ മഗ്രിബിൽ ഓതി. ഇശായിൽ ഇനി ഓതാൻ പോവുകയാണ്, സുബൈക്കും നമ്മൾ ഓതുന്നവരാണ്. ശരി, ആ നബിമാർ അവര് സിറാത്തിലാണല്ലോ, സിറാത്തുൽ മുസ്തഖീമിലാണല്ലോ, ഒരു സംശയമില്ല. അല്ലാഹു തആല പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ടത്. വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹു അനുഗ്രഹം കൊടുത്തവർ ആരൊക്കെയാണ്? നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ. ഇവരുടെ മാർഗം നിങ്ങൾ പിൻപറ്റണം എന്നും അല്ലാഹു പറഞ്ഞല്ലോ. എന്താ അവരുടെ മാർഗം? ശരിക്കും പഠിക്കും. നമ്മുടെ ബുദ്ധിയും ചിന്തയും ഒരാൾക്കും മുമ്പിൽ പണയം വെക്കാതെ ആത്മാർത്ഥമായി ഞാൻ എന്റെ ഖബറിലേക്ക് പോകുമ്പോ, എന്റെ മയ്യത്ത് കട്ടിൽ എന്നെ വഹിച്ചുകൊണ്ട് നാട്ടുകാർ പോകുമ്പോ, ആ ഖബറിൽ ഇറക്കി അവർ തിരിച്ചു പോകുമ്പോ ഒരു കമ്മിറ്റിയും കൂടെ ഇറങ്ങിക്കിടക്കുന്നില്ല. ഒരു മൗലവിയോ ഒരു ഉസ്താദോ ഒരു പണ്ഡിതനോ ഒരാളും എന്റെ കൂടെ ഖബറിലേക്ക് ഇറങ്ങിക്കിടക്കുന്നില്ല. നാളെ റബ്ബിന്റെ ചോദ്യങ്ങൾ എന്നോട് ഉണ്ടാകുമ്പോ ഒരാളും എന്റെ കൂടെ എന്നെ സഹായിക്കുന്നില്ല. എങ്കിൽ എന്റെ കാര്യം ഞാൻ നോക്കട്ടെ എന്ന നിലയ്ക്ക് എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാർ ആത്മാർത്ഥമായി ചിന്തിക്കിൻ. അല്ലാഹു എന്താ പറഞ്ഞത്? നബിമാർക്ക് നാം വേദഗ്രന്ഥം കൊടുത്തു, അവർക്ക് നാം ഹിക്മത്ത് കൊടുത്തു, അവർക്ക് നാം നുബുവത്ത് കൊടുത്തു. പിന്നെയോ അവർ ഹിദായത്തിലാണ്. ആ ഹിദായത്തിന് നിങ്ങൾ പിൻപറ്റണം. എന്താ അവരുടെ ഹിദായത്ത്? എന്താണ് അവരുടെ ഹിദായത്ത്? നമുക്ക് ഖുർആൻ എടുക്കാം, വേറെ അങ്ങോട്ടും പോണ്ട. നമ്മുടെ വിഷയം പ്രാർത്ഥനയാണല്ലോ, അതുമായി ബന്ധപ്പെട്ട് മാത്രം പരിശോധിക്കുക. ഒന്നാമത്തെ മനുഷ്യൻ, ആദ്യത്തെ മനുഷ്യൻ സ്വർഗത്തിൽ നിന്ന് പഴം തിന്നു. അല്ലാഹു തിന്നരുതെന്ന് പറഞ്ഞിരുന്നു. അതൊരു പരീക്ഷണമാണ്, സംഭവിച്ചു പോയി. എന്താ അദ്ദേഹം ചെയ്തത്? ഖാലാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബേ, ഞങ്ങളോട് അക്രമം പ്രവർത്തിച്ചു പോയി. റബ്ബേ, നീ കരുണ കാണിച്ചില്ലെങ്കിൽ, റബ്ബേ നീ പുറത്തു തന്നില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും. റബ്ബേ, ഒന്നാമത്തെ മനുഷ്യന്റെ പ്രാർത്ഥന റബ്ബന എന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ ഈ ലോകത്തെ അവസാനത്തെ മനുഷ്യൻ വരെയുമുള്ള ആളുകളുടെ പ്രാർത്ഥന റബ്ബന എന്നായിരിക്കണം. അപ്പൊ നമുക്കിനി വേണമെങ്കിൽ പറയാ അതിപ്പോ ആദനബിക്ക് മുമ്പ് വേറെ മഹാത്മാക്കളൊന്നും ഇല്ലാഞ്ഞിട്ടാണ്. ശരി, അടുത്ത പ്രവാചകനിലേക്ക് വരാം. നൂഹ് നബി, അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. സൂറത്തു നൂഹിലെ 28-ാമത്തെ ആയത്ത്, റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനാ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വലാ തസിദിൽ ളാലിമീന ഇല്ലാ തബാറാ. റബ്ബിഗ്ഫിർലി, റബ്ബേ പുറത്തു തരണമേ. എനിക്ക് മാത്രമല്ല, വലിവാലിദയ്യ എന്റെ മാതാപിതാക്കൾക്കും എന്റെ വീട്ടിൽ മുസ്ലിങ്ങളായി പ്രവേശിച്ചവർക്കും പിന്നെ എല്ലാ മുഅ്മിനീങ്ങൾക്കും എല്ലാ മുഅ്മിനാത്തുകൾക്കും പുറത്തു കൊടുക്കണേ അല്ലാ. നൂഹ് നബിയുടെ പ്രാർത്ഥന. എന്താ നൂഹ് നബി യാ ആദം എന്ന് വിളിക്കാഞ്ഞത്? യാ റസൂലല്ലാ എന്നുള്ള വിളി നമ്മൾ വിളിക്കുന്നുണ്ടല്ലോ. യാ ശൈഖ്, യാ മുഹയ്യദ്ദീൻ നമ്മൾ വിളിക്കുന്നുണ്ടല്ലോ. യാ റിഫായി എന്ന് വിളിക്കുന്നുണ്ടല്ലോ. പലരെയും വിളിക്കുന്നില്ലേ? എന്തേ നൂഹ് നബി യാ ആദം എന്ന് വിളിക്കാഞ്ഞത്? നബിമാർ പറഞ്ഞ ആദർശം ഞങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ? എത്ര പ്രയാസപ്പെട്ടാലും എത്ര ബുദ്ധിമുട്ടിയാലും ഇതിന്റെ പേരിൽ എത്ര പണം ചെലവഴിച്ചാലും ഞങ്ങൾ പറയുന്ന ആദർശം അമ്പിയാക്കന്മാര് പറഞ്ഞ ആദർശമാണെന്ന ഉറച്ച വിശ്വാസവും ആ ഒരു മനക്കരുത്തും ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് എത്ര കുറച്ചാളുകളാണെങ്കിലും ഈ ആദർശം ഇങ്ങനെ ഞങ്ങൾ സംസാരിക്കുന്നു സന്തോഷത്തോട് കൂടിയിട്ട്. ഇത് പറയുമ്പോൾ അഭിമാനമേ ഉള്ളൂ. ഇത് എത്ര പറഞ്ഞാലും സന്തോഷമേ ഉള്ളൂ. നോക്കൂ സഹോദരങ്ങളെ, അടുത്ത ഒരു പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ആരാ ഇബ്രാഹിം നബി? ആരാ ഇബ്രാഹിം നബി? അല്ലാഹ് പറഞ്ഞു, വമൻ യർഗബ് അൻ മില്ലത്തി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സ. ഇബ്രാഹിം നബിയുടെ മാർഗം ഒഴിവാക്കുന്നവൻ പൊട്ടനാണ്.
വിഡ്ഢിയായവന് ഇബ്രാഹിം നബിന്റെ മില്ലത്തിന്റെ മാർഗത്തെ ഒഴിവാക്കുകയുള്ളൂ. അതുകൊണ്ട് ഒഴിവാക്കാൻ പാടില്ല. അല്ലാഹ് പറഞ്ഞു, വത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ നിങ്ങൾ പിൻപറ്റണം. അല്ലാഹ് പറഞ്ഞു, ഇബ്തഖദല്ലാഹു ഇബ്രാഹിം ഖലീല, ഇബ്രാഹിം നബി അല്ലാഹ് മിത്രമായി സ്വീകരിച്ചു. അല്ലാഹ് പറഞ്ഞു, വ ഇബ്രാഹിം അല്ലദീ വഫ, കരാറുകൾ പാലിച്ച ഇബ്രാഹിം, വൈദിബ്തലാ ഇബ്രാഹിം റബ്ബഹു ഫഅതമ്മഹുന്ന, ചില വചനങ്ങൾ കൊണ്ട് അല്ലാഹ് പരീക്ഷിച്ചപ്പോ അതൊക്കെ പൂർത്തിയാക്കി ഇബ്രാഹിം. ഇങ്ങനെ എല്ലാ മഹത്വങ്ങളും എല്ലാ സർട്ടിഫിക്കറ്റുകളും അല്ലാഹ് കൊടുത്ത പ്രവാചകനാണല്ലോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ആ പ്രവാചകന്റെ പ്രാർത്ഥന എന്താ? നൂഹ് നബിയെ എന്നാണോ? എങ്കിൽ ഉസ്താദ് പറഞ്ഞത് ശരിയാ, മുഹമ്മദ് നബിയെ നമുക്ക് വിളിക്കാം. എന്തേ? ഇബ്രാഹിം നബി നൂഹ് നബിയെ എന്ന് വിളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇബ്രാഹിം നബി ആദം നബിയെ എന്ന് വിളിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നമ്മൾ ആലോചിക്കണ്ടേ? നമുക്ക് പറ്റിയ വലിയ അപകടം എന്താണെന്നറിയോ? നമ്മളെ ഖുർആൻ പഠിച്ചില്ല എന്നുള്ളതാ. അള്ളാഹുവിന്റെ കലാം സൂറത്തുൻ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ ഒരു തവണയെങ്കിലും അർത്ഥം വായിച്ച് എത്ര പേര് ഈ ശബ്ദം കേൾക്കുന്നവരിലുണ്ട്? നമ്മുടെ വെളിച്ചത്തിന്റെ ഗ്രന്ഥം, നമ്മുടെ ഹിദായത്തിന്റെ ഗ്രന്ഥം, നമ്മുടെ പള്ളികളിൽ ഖുർആൻ പരിഭാഷ ഉണ്ടോ? വെക്കൂല ഉസ്താദുമാര്. ഇത് അവർക്ക് പ്രശ്നമാണ്. ഞാൻ ചീത്ത പറയല്ല, ആക്ഷേപിച്ച് പറയല്ല, ഉള്ള വസ്തുത പറയാ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകള് ഒരു പള്ളി ഉണ്ടാക്കി ആദ്യം പരിഭാഷ കൊണ്ടുപോയി വെക്കും. എന്താണെന്നറിയോ? ജനങ്ങൾ വായിച്ച് അവർ പഠിക്കട്ടെ ഖുർആൻ, അവർ ഉത്ബുദ്ധരാകണം. കാരണം നമുക്ക് അവരാരും ചൂഷണം ചെയ്യാനൊന്നുമില്ല. അവർക്ക് നമ്മളുള്ള ദീന് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കും. നമ്മുടെ സമസ്തയുടെ പള്ളികളിൽ ഏതെങ്കിലും പള്ളികളിൽ ഖുർആന്റെ പരിഭാഷ ഉണ്ടോ? അമാനി മൗലവിന്റെ അല്ല ഞാൻ പറയുന്നത്. ഇവിടെ ഒരുപാട് പരിഭാഷകൾ വേറെയുണ്ടല്ലോ. ടി കെ അബ്ദുള്ള മുസ്ലിയാരുടെ പരിഭാഷയുണ്ട്, കൂറ്റനാട് കെ വി മുഹമ്മദ് മുസ്ലിയാരുടെ പരിഭാഷയുണ്ട്, മാട്ടൂരിന്റെ പരിഭാഷയുണ്ട്, നമ്മുടെ ഇയാളുടെ മൂത്താടത്തിന്റെ പരിഭാഷയുണ്ട്. ഏതെങ്കിലും ഒരു പരിഭാഷ നമ്മുടെ സമസ്തയിലെ പള്ളികൾ കൊണ്ടുവന്ന് വെക്കട്ടെ, സാധാരണക്കാര് വായിക്കട്ടെ. അത് ചെയ്യൂല. കാരണം അവരിങ്ങനെ വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ ചില സംഗതികളൊക്കെ നിന്നുപോകും, ചില ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് വരും. അപ്പൊ ജനങ്ങൾ അറിയരുത്, പഠിക്കരുത് എന്ന നിലയ്ക്ക് ചിലതൊക്കെ അടക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നു, നിങ്ങൾ പഠിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം, അവനവന്റെ പരലോകം നോക്കണം. ആ ഖുർആൻ ഒന്ന് വായിച്ചാൽ അതിന്റെ അർത്ഥം ആദ്യം മുതൽ അവസാനം വരെ ഒരാവർത്തി മനസ്സിലാക്കിയാൽ നമ്മുടെ പോക്കറ്റും സുരക്ഷിതമാകും, പരലോകം സുരക്ഷിതമാകും. ആർക്കും നമ്മളെ പറ്റിക്കാൻ കഴിയില്ല. അള്ളാഹുവിനുള്ള തവക്കലും അള്ളാഹുവിനുള്ള ഈമാനും ഇതൊക്കെ ശരിക്ക് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അത് പഠിക്കാത്തത് കൊണ്ടാണ് നമ്മളെ പലരും പറ്റിക്കുന്നത്. ഒരു വീടുണ്ടാക്കി ആ വീടിന്റെ മുകളിൽ വലിയ ബോർഡ് വെച്ചു, ഹാദാ മിൻ ഫദ്ലി റബ്ബി, അല്ലെ, തവക്കൽതു അലല്ലാഹ് എന്നൊക്കെ കാണാ, വലിയ ബോർഡ്, ഭംഗിയുള്ള ബോർഡ്. എന്നാ വീടിന് ചുറ്റും നടന്നാലോ കാണാ മൂലയിൽ ഹുക്കിലൊരു കുപ്പി. ആ കുപ്പി എന്തിനാ? അവിടെ ഹാദാ മിൻ ഫദ്ലി റബ്ബി ഉണ്ടെങ്കിൽ, തവക്കൽതു അലല്ലാഹ് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണോ ഈ കുപ്പി? ഇത് വെറുതെ കുപ്പി വെച്ചതാ? പെരന്റെ അകത്ത് കുപ്പി വെക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ട് ഹുക്കിൽ കെട്ടി തൂക്കിയതാ? അല്ല, അത് ഉസ്താദ് തന്ന കുപ്പിയാണ്. ഉസ്താദിന് കുപ്പി കച്ചവടമുണ്ടോ? ഇല്ല. പക്ഷേ ആ കുപ്പി വെച്ചത് എന്തിനാ? വീട്ടിൽ ഷർറു വരരുത്, വീട്ടിൽ അപകടം വരരുത്, വീട്ടിൽ കള്ളം വരരുത്, വീടിന് പ്രയാസങ്ങൾ ഉണ്ടാകരുത്, കടബാധ്യത ഉണ്ടാകരുത്. എല്ലാ പ്രയാസങ്ങളും നീങ്ങാൻ കടത്തുമ്മ കടം വാങ്ങി 5000 റുപ്യ ഉസ്താദിന് കൊടുത്തിട്ട് ഒരു കുപ്പി അവിടെ കൊടുന്നു വെച്ച്, അല്ലേ? വീട്ടിന്റെ അടുക്കളയുടെ മൂലയിൽ ഒരു ചെമ്പിന്റെ തകിട്, വീടിന്റെ മുറ്റത്തിന്റെ ഏതെങ്കിലും ഭാഗത്തൊരു കോഴിമുട്ട, വീടിന്റെ മുമ്പിലെ ചുമരിൽ ചില പേരുകള്, അവിടെ ഒരു വാൾ, അങ്ങോട്ടും ഒരു വാൾ, ഇങ്ങോട്ടും കുറെ ചന്ദനക്കലയും വേറെ കുറെ ചിത്രങ്ങളും വേറെ കുറെ നമ്പറുകളും. എന്താ നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അർത്ഥമാക്കുന്നത്? ഇതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ഖുർആൻ പഠിക്കാത്തത് കൊണ്ടാ. ദാ വീടുണ്ടാക്കി, അവിടെ ഒരാൾ വരികയാണ്, അടുക്കള ഇങ്ങോട്ട് മാറ്റണം, അടുക്കള ഇങ്ങോട്ട് വന്നാൽ ഇവിടെ പ്രശ്നം വരും. ആരാ പറഞ്ഞ്? നാളെ വരുന്ന പ്രശ്നങ്ങൾ ലോകത്ത് റബ്ബിനല്ലാതെ ആർക്കാണ് അറിയാ? മാ അസാബക്കും മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാ, എന്ത് മുസീബത്ത് ബാധിച്ചാലും അള്ളാന്റെ അനുമതി വേണം, അള്ളാന്റെ രേഖ വേണം. അത് റബ്ബിനെ നാളെ എന്താണെന്ന് അറിയുകയുള്ളൂ. വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്, നാളെ എന്ത് സമ്പാദിക്കും, എന്ത് പ്രവർത്തിക്കും അള്ളാഹ്ക്കേ അറിയൂ. ഈ വീടിന്റെ അടുക്കള എങ്ങട്ടായാല് നിങ്ങൾക്ക് വീട്ടിൽ ദുരിതം വരാനുണ്ട്, അതുകൊണ്ട് മാറ്റണം. എത്രയെത്ര പാവങ്ങള് കടം വാങ്ങിയുണ്ടാക്കിയ വീടിന്റെ മൂല പൊളിച്ച് അപ്പുറത്തേക്ക് അടുക്കള മാറ്റിയിട്ടുണ്ട്. എന്തേ കാരണം? അതാ തങ്ങള് പറഞ്ഞതാ, അത് ഈ ഉസ്താദ് പറഞ്ഞതാ, അതാ മൊയ്ലേര് പറഞ്ഞതാ. എന്തുകൊണ്ട് അവരൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തെന്നറിയോ? ഖുർആൻ പഠിക്കാത്തത് കൊണ്ട്, ഹദീസ് പഠിക്കാത്തത് കൊണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കണം ഖുർആൻ, പഠിക്കണം ഹദീസുകൾ. ഞാൻ വിഷയം മാറിപ്പോകുകയല്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന എന്താ? 3-4 സ്ഥലങ്ങളിൽ ഒന്നിച്ച് അല്ലാഹു തആല പറയാണ്. അത് ആ പ്രവാചകൻ പ്രാർത്ഥിച്ചു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം.
റബ്ബനാ വജ്അൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ വബഅത് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക. ഇതൊക്കെ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന. റബ്ബേ നീ സ്വീകരിക്കണേ, റബ്ബേ ഞങ്ങളെ മുസ്ലിങ്ങളാക്കി ജീവിപ്പിക്കണേ, റബ്ബേ ഈ നാട്ടിലെ ഒരു പ്രവാചകനെ നീ നിയോഗിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ആ ഇബ്രാഹിം നബിനെ കുറിച്ച് അല്ലാഹ് എന്താ പറഞ്ഞത്? അദ്ദേഹം റബ്ബേന്ന് മാത്രമല്ലേ വിളിച്ചത്? അള്ളാഹിനോട് മാത്രം എന്ന് പറഞ്ഞാൽ ഇബ്ലീസിന്റെ വാദമാണെന്ന് നമ്മുടെ പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പണ്ഡിതന്മാരുടെ കൂടെ എത്ര കാലം നടക്കണമെന്ന് മരിക്കുന്നതിന് മുമ്പ് ആലോചിച്ചോളയും. ഇബ്രാഹിം നബി റബ്ബനാന്ന് മാത്രമല്ലേ വിളിച്ചത്? അള്ളാഹ് എന്താ പറഞ്ഞത്? ഇബ്രാഹിം നബി പഴച്ചുപോയി. പറഞ്ഞോ ഇബ്രാഹിം നബി പുത്തവാദിയാണെന്ന് പറഞ്ഞോ? ഇല്ല. അള്ളാഹ് പറഞ്ഞത് എന്താ? വഇന്നഹു ഫിൽ ആഖിറതി മിനസ് സ്വാലിഹീൻ. അദ്ദേഹം പരലോകത്ത് സ്വാലിഹാണ്. എന്താ സ്വാലിഹാകാൻ കാരണം? നൂഹ് നബിയെ വിളിച്ചിട്ടില്ല, ഇദ്രീസ് നബിയെ വിളിച്ചിട്ടില്ല, ആദ നബിയെ വിളിച്ചിട്ടില്ല, റബ്ബനാ എന്ന് മാത്രമാണ് വിളിച്ചത്. മനസ്സിലായോ ഖുർആൻ എന്താ പറഞ്ഞത്? അതുകൊണ്ടാണ് ഖുർആൻ പഠിക്കാൻ പറയുന്നത്. ശരി, മക്കളില്ലാത്ത പ്രവാചകൻ സക്കരിയ നബി, ആ നബിക്ക് മുമ്പ് ഒരുപാട് നബിമാര് കഴിഞ്ഞുപോയി. അദ്ദേഹത്തിന് മക്കളുണ്ടായില്ല, വാർദ്ധക്യത്തിന് അങ്ങേയറ്റം വരെ. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, ഖാല റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വസ്തഅല അർറഅസു ശൈബാ വലം അകും ബിദുആഇക റബ്ബി ശഖിയ്യാ. റബ്ബേ എന്റെ തല നിറച്ചു, എല്ലുകളൊക്കെ ദുർബലമായി എന്ന് പറഞ്ഞാൽ ശാരീരികമായി എനിക്കൊന്നും ചെയ്യാൻ വയ്യ, അങ്ങനത്തെ പ്രായത്തിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. പക്ഷേ വലമ്മകും ബിദുആഇക റബ്ബി ശഖിയ്യാ, റബ്ബേ നിന്നോടുള്ള ദുആ കൊണ്ട് ഞാൻ ഒരിക്കലും ദൗർഭാഗ്യവാനല്ല, ഞാൻ ഒരിക്കലും നിരാശനായിട്ടില്ല. ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ വകാനത് ഇംറഅതി ആഖിറ ഫഹബ് ലീ മിൻ ലദുൻക വലിയാ. റബ്ബേ നിന്നിൽ നിന്ന് എനിക്കൊരു സഹായിയെ നൽകണേ. എന്തിനാണ് ആ സഹായി? യരിസുനി വയരിസു മിൻ ആലി യാഖൂബ. ഞാനും യാക്കൂബ് നബിയും ഒക്കെ പഠിപ്പിച്ച ദീനിന്റെ ആദർശം അത് ഏറ്റെടുത്ത് പറയാനൊരു പിൻഗാമി വേണം. നമ്മളും ശ്രദ്ധിക്കുക. നമ്മളൊക്കെ പ്രാർത്ഥനയിൽ വേണ്ട ഒരു വാക്കാ, റബ്ബേ ഇന്ന് ഞങ്ങൾ നടത്തുന്ന ഈ ദഅവത്ത്, ഞങ്ങൾ പറയുന്ന ഈ തൗഹീദ് ഇതേപോലെ ജനങ്ങളോട് പറയാനും മനസ്സും അതേപോലെ അറിവും കഴിവുമുള്ള നല്ല പണ്ഡിതന്മാരായ മക്കളെ ഞങ്ങൾക്ക് നീ നൽകണേ എന്ന് നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ നമ്മൾ ഉൾപ്പെടുത്തുക. ആ നബിന്റെ പ്രാർത്ഥനയാണത്. അത് ആരോടാ? അതാ പഠിക്കേണ്ടത് അല്ലേ? പുത്തരിപ്പാടത്ത് പോയി അവിടെ ഒരു മരത്തിന്റെ വള്ളിയുടെ മുമ്പിൽ പോയി കൈ നീട്ടി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് പ്രത്യേകതയാ മരത്തിന്റെ വള്ളിക്കുള്ളത്? ആ മരത്തിന്റെ വള്ളിയിലല്ലേ തൊട്ടിൽ കെട്ടുന്നത്? മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെ പലരും പോകുന്നില്ലേ അവിടെ? അമ്പുറത്തൊരു മരമുണ്ട്, ആ മരം കെട്ടിപ്പിടിച്ചാൽ ഗർഭിണിയല്ലാത്ത സ്ത്രീകൾ ഗർഭം ധരിക്കുമെന്ന് വിശ്വാസം. പണ്ട് മക്കയിലുണ്ടായിരുന്നു ഒരു മരം, അത് കെട്ടിപ്പിടിച്ചാൽ അവർ ഗർഭം ധരിക്കുമെന്ന വിശ്വാസമുണ്ടായിരുന്നു. പിന്നീട് അത് പൊളിച്ചു മാറ്റപ്പെട്ടു. ആ മരം അത് പിഴുതെറിയപ്പെട്ടിട്ടുണ്ട് ചരിത്രത്തിലൂടെ. ശിർക്കുകളുടെ ആവർത്തനമാണ്. ആലോചിക്കുന്ന നബിമാരെന്താ ചെയ്തത്? ഏതെങ്കിലും മഖബറയിൽ പോയോ? അല്ലെങ്കിൽ അവിടെ എന്നുകൊണ്ട് എന്തെങ്കിലും നേർച്ച വഴിപാടുകൾ ആ മഖബറിന്റെ പേരിൽ ചെയ്തോ? ഷെയ്ഖിന്റെ പേരിൽ ഒരു നേർച്ച, ഷെയ്ഖിന്റെ പേരിൽ ഒരു കോടി, ഷെയ്ഖിന് വേണ്ടി ഒരു മൗലിദ് സംഘടിപ്പിച്ചോ? ഇല്ല. റബ്ബിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു സ്ഥലത്ത് കാണാവ സക്കരിയ, നിങ്ങൾ സക്കരിയ നബിയെ ഓർക്കണേ. ഇതിനാദാ റബ്ബഹു, അദ്ദേഹം തന്നെ റബ്ബിനെ വിളിച്ച സന്ദർഭം, റബ്ബിലാ തദറിനി ഫർദാ, റബ്ബേ നീ എന്നെ ഒറ്റയ്ക്ക് വിടരുതേ, വഅൻത ഖൈറുൽ വാരിസീൻ, ഏറ്റവും നല്ല അനന്തരവന്മാരെ നൽകുന്നവനാണ് നീ കഴിവുള്ളവനാണ്, എനിക്ക് മക്കളെ നൽകണേ. നിരാശയില്ലാതെ നിരന്തരമായി റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് മാതൃകയാണ്. അള്ളാഹ് പറഞ്ഞ എന്താ? ഫബിഹുദാഹു മുഖ്തദി, അവരെ മാർഗം പിൻപറ്റ്. ഇതാ രോഗം ബാധിച്ച അയ്യൂബ് നബി, നിസാരമായ ചെറിയ രോഗമൊന്നുമല്ല, 18 വർഷത്തോളം മാരകമായ രോഗം ബാധിച്ചു. കൈയിങ്ങനെ കുടഞ്ഞാൽ ആ കൈയിൽ നിന്ന് ചീഞ്ഞളിഞ്ഞ മാംസക്കഷ്ണം താഴോട്ട് ചാടും, പുഴുക്കൾ താഴോട്ട് വീഴും. അങ്ങനത്തെ മാരകമായ രോഗം. കുടുംബം വിട്ടേച്ചുപോയി, എല്ലാം നഷ്ടപ്പെട്ട് തന്റെ കൂടെ ഭാര്യ മാത്രം നിന്നു. അവസാനം വരെയും അദ്ദേഹം റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടിരുന്നു. ഒരൈക്കല്ല് എവിടെയെങ്കിലും കിട്ടുമോ നോക്കിയോ? നമ്മളൊക്കെ വിശ്വാസപ്പ എന്തുമല, അരേലും ഒരു ഐക്കല്ല്, ചിലപ്പോ ഒരു ഗൂഡ്സ് വണ്ടി പോലെ 5-6 ഉണ്ടാവും, കണ്ടൻസർ ഇങ്ങനെ വരിക്ക് അല്ലേ? അതിലല്ലേ തവക്കുല്? ഞാൻ ചോദിക്കട്ടെ, അതിനുള്ളിൽ എന്താ? ആ ഐക്കല്ലിന്റെ ഉള്ളിൽ എന്താണ്? എന്താ പറയാ? അതിനുള്ളിൽ ഒന്നുമില്ല എന്ന് പറയാൻ പറ്റുമോ നിങ്ങക്ക്? ചിലപ്പോ എന്തെങ്കിലും ഉണ്ടാവും. 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നുകിൽ നിങ്ങൾ എന്താ പറയാ, അത് ആയത്താണ്, ഹദീസാണ്, ദുആയാണ്, ഖുൽ അഊദു ബിറബ്ബിന്നാസാണ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖാണ്. അങ്ങനെ പലതും എഴുതി മടക്കി വെച്ചിക്ക, ബർക്കത്തിന് വേണ്ടിയിട്ടാണ്. എങ്കിൽ ചോദിക്കട്ടെ,
പോക്കറ്റിൽ ആയത്ത് എഴുതിയ ഒരു കടലാസ് ഉണ്ടെങ്കിൽ അത് പുറത്തു വെച്ചിട്ടല്ലേ കക്കുസുക്ക് പോവുക? അല്ലേ? പോക്കറ്റിൽ ആയത്തോ ഹദീസോ എഴുതിയ കടലാസിന്റെ കഷ്ണമുണ്ടെങ്കിൽ, ഇപ്പൊ ബിസ്മി എഴുതിയൊരു കഷ്ണം കടലാസ് പോക്കറ്റിലുണ്ടെങ്കിൽ അത് വെച്ച് കക്കുസു പോയിരിക്കോ? അത് പുറത്തു വെച്ചിട്ടാ പോവുക. ഈ ആയത്ത് അരയിൽ കെട്ടിയിട്ട് എത്ര കാലങ്ങൾ മൂത്രമൊഴിച്ചു? എത്ര കാലം നിങ്ങൾ കക്കുസു പോയിരുന്നു? അള്ളാന്റെ കലാമിനോടും പ്രവാചകന്റെ ഹദീസിനോടും കാണിക്കുന്ന നിന്ദ്യത ഇതിനേക്കാൾ വലുതിന് വേറെന്താ ഉള്ളത്? അതൊന്ന്. ഇനി അല്ല അതിന്റെ ഉള്ളിൽ ഒന്നും ഇല്ല എന്ന് പറയുകയാണെങ്കിലോ പിന്നെ എന്തിനാ അതും പേറി നടക്കുന്നത്? അങ്ങാടിയിൽ പോയാൽ കാണാ ചില കടകളിലൊക്കെ ഗ്ലാസിന്റെ ഉള്ളിൽ കുറെ അയക്കല്ല്, അതിലൊന്നും നിങ്ങൾ വാങ്ങി വന്നതല്ലല്ലോ. അല്ല, അതൊന്ന് വാങ്ങി എന്നിട്ട് പള്ളിയിൽ പോയി അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോയി അവിടെ ഉസ്താദിനെ കണ്ട് ഉസ്താദ് ചിലതൊക്കെ ചെയ്തിട്ട് അത് ഉസ്താദ് തന്നിട്ട് അത് കെട്ടി തന്നപ്പോ നമ്മുടെ അസുഖം മാറുമെന്ന വിശ്വാസം വന്നു. മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക, അയക്കല്ല് കെട്ടിയാൽ ശിർക്ക് ചെയ്തു. ശിർക്ക് പലതരമുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പൊ പോകുന്നില്ല. അപ്പോ പറഞ്ഞു വരുന്നത്, ഈ രോഗം ബാധിച്ച അയ്യൂബ് നബിയോ അതല്ലെങ്കിൽ മക്കളില്ലാതെ കഷ്ടപ്പെട്ട മറ്റു പ്രവാചകന്മാരോ അവരാരും ഇങ്ങനെ ഒരു അയക്കല്ലോ ഏലസോ ഉറുക്കോ തകിടോ ചീട്ടുകളോ തേടിപ്പോയിട്ടില്ല. അവർ റബ്ബിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഫബിഹുദാഹു മുഖ്തദി, ആ നബിമാരുടെ മാർഗം നിങ്ങൾ പിൻപറ്റുക. മത്സ്യത്തിന്റെ അപകടത്തിൽ അകപ്പെട്ട പ്രവാചകൻ ളുലുമാത്തുകളിലാണ്, ഇരുട്ടുകളിലാണ്. മത്സ്യത്തിന്റെ വയറിന്റെ ഇരുട്ട്, കടലിന്റെ ഇരുട്ട്, കടലിന്റെ ആഴിയുടെ ഇരുട്ട്. അങ്ങോട്ട് മത്സ്യം പോയി. വനാദാ ഫിൽ ളുലുമാത്ത്, ആ ളുലുമാത്തിൽ കിടന്നുകൊണ്ട് അദ്ദേഹം വിളിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. റബ്ബേ, നീ അല്ലാതെ ഇലാഹില്ല. നമ്മളോ വമയ്യുനാദിസ്മി അൽഫം ബി ഖൽവതിഹി അസ്മം ബിഹിമ്മതിഹി സ്വർമൻ ലിഗഫവതിഹി അജബ്തുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതിഹി ഫൽയദ്ഉ യാ അബ്ദൽ ഖാദിർ മുഹിയദ്ദീനി. 1000 തവണ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ആത്മാർത്ഥമായി മനസ്സ് കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ അശ്രദ്ധയും ഒഴിവാക്കിക്കൊണ്ട് അബ്ദുൽ ഖാദിർ മുഹിയുദ്ദീൻ ശൈഖിനെ 1000 തവണ വിളിച്ചാൽ അജബ്തുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതിഹി ഫൽയദ്ഉ യാ അബ്ദൽ ഖാദിർ മുഹിയദ്ദീനി, ഞാൻ വളരെ പെട്ടെന്ന് ഉത്തരം കൊടുക്കും, അതുകൊണ്ട് വിളിച്ചോ അബ്ദുൽ ഖാദിർ മുഹിയുദ്ദീൻ ശൈഖേ. അതാ ഖുതുബിയത്ത് അല്ലേ? അപ്പൊ എത്ര വട്ടം വിളിക്കേണ്ടത്? 1000 വട്ടം. എങ്ങനെ വിളിക്കേണ്ടത്? ഒറ്റയ്ക്കിരുന്നിട്ട്. അപ്പൊ അതിനുള്ള കുതന്ത്രാണ് ഇപ്പൊ എന്ത്? ഒറ്റയ്ക്കിരുന്ന് ഇപ്പൊ ഇങ്ങനെ ഒരാൾ 1000 വട്ടം മുഹമ്മദ് വിളിച്ചാലും ഇവിടെ ചോറൊന്നും ഉണ്ടാവൂല. അപ്പൊ ഇതൊക്കെ നടക്കും വേണം. അതിനാണ് ലൈറ്റ് ഓഫ് ആക്കണത്. അപ്പൊ ഒറ്റക്കായില്ലേ? അങ്ങനെ ഇരുട്ടത്ത് നിന്നിട്ട് ഒരാൾക്ക് തന്നെ 1000 തവണ വിളിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പഴ ഓരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഓഹരി വെച്ച് വിളക്കണച്ച് ആ ഖുതുബിയത്തിന്റെ സന്ദർഭത്തിൽ എണീറ്റ് നിന്ന് ഒറ്റയ്ക്കിരുന്നിട്ട് യാ ശൈഖ് മുഹിയുദ്ദീൻ, യാ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കുമ്പോ, സഹോദര, നമ്മുടെ ഒരു പിതാവ്, നമ്മുടെ നേതാവ് യൂനുസ് നബി ഒരു ഇരുട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. റബ്ബേ, പാപം ചെയ്തു പോയി, ഞാൻ അക്രമിയാണ്, നീ പരിശുദ്ധവാനാണ്, നീയല്ലാതെ ഇലാഹില്ല. ആ വാക്കിന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് മത്സ്യം പുറത്തേക്ക് വന്നു, ഒരു ഭാഗത്ത് തുപ്പിക്കളഞ്ഞു. അള്ളാഹു അദ്ദേഹത്തെ അവിടെയാ പിന്നെ വളർത്തിയത്. അവിടെ പച്ചക്കറിയും മറ്റുമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അദ്ദേഹം അവിടെ ദഅവത്ത് നടത്തിയതാ. എന്തിനാ നബിമാരുടെ കഥ പഠിപ്പിച്ചത്? അവിടെ പച്ചക്കറി ഉണ്ടായ കഥ പഠിക്കാനല്ല, അവരുടെ ദഅവത്തിന്റെ കാതലായ വിഷയം പഠിക്കാൻ വേണ്ടിയിട്ടാ. പ്രയാസങ്ങൾ ഉണ്ടായപ്പോ അവർ എന്ത് ചെയ്തു അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സ്വന്തം കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ മൂസാ നബിനെ കുറിച്ച് അറിയില്ലേ? നാട് വിട്ടു പോവുക അദ്ദേഹം. അതായത് കോപ്റ്റിക് വർഗത്തിൽപ്പെട്ട ഒരാളെ അദ്ദേഹം ഇടിച്ചപ്പോ മരണപ്പെടുകയുണ്ടായി. അതിന്റെ പേരിൽ ഫിറഔന് മൂസാ നബിയെ പിടിക്കാനുള്ള ഓർഡർ കൊടുത്തു. മൂസാ നബിയോട് സ്നേഹമുള്ള ഒരാൾ പറഞ്ഞു, ദാ ഫിറഔനും സൈന്യവും ഇറങ്ങിയിട്ടുണ്ട്, നാട് വിട്ടോളി. അദ്ദേഹം പോവുകയാണ്. പോകുന്ന വഴിക്ക് ഒരു കിണർ കണ്ടു. അവിടെ കുറെ ആടുകള്, 2 പെൺകുട്ടികള്. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ മാറി നിൽക്കുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾ ദുർബലരാണ്, ഞങ്ങൾ ഇവരൊക്കെ ആടുകൾക്ക് വെള്ളം കൊടുത്തിട്ടേ ഞങ്ങൾക്ക് വെള്ളം കിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോ മൂസാ നബി കുറച്ച് ശക്തിയും പവറൊക്കെ ഉള്ള ആളാ. അതുകൊണ്ട് നേരത്തെ ഒറ്റയടിക്ക് മറ്റത് കാലിയായത്. കൊട്ടാരത്തിലാ വളർന്നത്. ആ പവർ ആർക്കുണ്ട്? മൂസാ നബിക്കുണ്ട്. മൂസാ നബി ചെന്നിട്ട് അവിടെ ഉള്ളവരൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് വേഗം വെള്ളം കോരിയിട്ട് ഈ കുട്ടികൾക്ക് കൊടുത്തു. അവരാടുകൾക്ക് വെള്ളം കൊടുത്തു. അവരങ്ങോട്ട് പോയി. പിന്നെ ഖുർആൻ പറയാ, മൂസാ നബി തൊട്ടടുത്ത് കാണുന്ന ഒരു മരത്തിന് ചുവട്ടിൽ പോയിട്ടിരുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? റബ്ബി ബിമാ അൻസൽത റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ.
ഒറ്റപ്പെട്ടു പോയാൽ എന്താ ചെയ്യേണ്ടത്? ഒറ്റപ്പെട്ടു പോയാൽ എന്താ ചെയ്യേണ്ടത്? റബ്ബേ, നീ എന്ത് ഖൈറ് ഇറക്കിയാലും ആ ഖൈറിലേക്കെല്ലാം ഞാൻ ആവശ്യമുള്ളവനാണ്. ഒറ്റയ്ക്കിരുന്നു കൊണ്ട് മരുഭൂമിയിൽ മരത്തിന് ചുവട്ടിൽ ആ മൂസാ നബിയുടെ പ്രാർത്ഥന അള്ളാഹ് അതും സ്വീകരിച്ചു അല്ലെ? ഒറ്റക്കായ ആ പ്രവാചി എന്ത് ഖൈർ ഇറക്കിയാലും ഒക്കെ ആവശ്യമുണ്ട് റബ്ബേ എന്നാ പ്രാർത്ഥിച്ചത്. എന്തൊക്കെ ഖൈർ അദ്ദേഹത്തിന് വേണ്ടത്? അദ്ദേഹം യുവാവാണ്, ഭാര്യ വേണം. നേരെ അവിടെ പോയി ഷുഹൈബ് നബിന്റെ അടുത്തേക്ക്. അവിടുന്ന് മകളെ കിട്ടി, കല്യാണം കഴിച്ച്. ചെറുപ്പക്കാരനാണ്, ജോലി വേണം, ആടിനെ നോക്കണ ജോലിയും കിട്ടി, വീട് വേണം, താമസം വേണം, അതും അവിടെ കിട്ടി, ഒക്കെ കിട്ടി. 8 കൊല്ലം അവിടെ താമസിച്ച് പിന്നെ മിസ്രിലേക്ക് തിരിച്ചു പോരാ. അത് മൂസാ നബിയുടെ കഥ കണ്ടോ? അല്ല കൂടണ്ട്. അള്ളാഹിനെ വിളിച്ച് ദുആ ചെയ്താൽ. അതല്ലെങ്കിലോ നിർഭയത്വമില്ല, സമാധാനമില്ല. ആ ഐക്കല്ലിൽ കുറെ അഭയം, ഏലസിന് കുറെ, അതിനുവേണ്ടി കുറെ പൈസ, പിന്നെ അവിടെ കുറെ കൊടുത്ത്, ഇവിടെ കുറെ കൊടുത്ത്. അപ്പൊ അവസാനം അമ്മാവൻ പറഞ്ഞു അവിടെ നിന്ന് പോയി നോക്കിയെന്ന്. അവിടെയും പോയി. അങ്ങനെ എല്ലാ മഖ്ബറകളും, ഈ ഒരു മഖ്ബറും കയറി ഇറങ്ങാൻ വാക്കില്ല. അവസാനം ഭ്രാന്തായിട്ട് അജ്മീർ പോയിരിക്കാം, അല്ലെങ്കിൽ ഏറുവാടി പോയിരിക്കുകയാണ്. ചിലർ തിരിച്ചു വരുന്നതന്നെയല്ല. അള്ളാഹ് പറഞ്ഞത് അങ്ങനെ തന്നെയാ. അള്ളാഹുവിൽ പങ്കുചേർത്ത ഒരാള് അവന് നിർഭയത്വമില്ല, അവന് രക്ഷയില്ല. അവൻ ആകാശത്ത് വീണവനെ പോലെയാ. പക്ഷികൾ റാഞ്ചിയെടുക്കുമോ? പറയാൻ പറ്റില്ല. കാറ്റവനെ വിദൂരത്ത് കൊണ്ടുപോയി തള്ളുമോ? പറയാൻ പറ്റൂല. എന്താകും അവന്റെ ഗതി, ദുർഗതി? പറയാൻ പറ്റില്ല. എന്നാൽ തൗഹീദുള്ളവനാണോ? ഒന്നും പേടിക്കണ്ട. എന്ത് സംഭവിച്ചാലും അള്ളാന്റെ തീരുമാനം സംഭവിക്കുള്ളൂ. ആ റബ്ബിനാ തവക്കുല്. എന്ത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടോ അത് റബ്ബിന്റെ തീരുമാനമാണ്. ആ റബ്ബിനാ തവക്കുല്. അതല്ലേ റബ്ബ് നമ്മോട് ചോദിച്ചത്? നിങ്ങൾക്ക് തവക്കുൽ ചെയ്യാനും പ്രാർത്ഥിക്കാനും ഭരമേൽപ്പിക്കാനും പ്രതീക്ഷയർപ്പിക്കാനും സന്തോഷിക്കാനും പേടിക്കാനും എന്ത് കാര്യത്തിനും. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അടിമക്ക് അല്ല പോരെ ചോദിക്കുമ്പോ പോരാ, ഐക്കല്ലും വേണം, പോരാ ഏലസും വേണം, പോരാ ബദ്രീങ്ങളുടെ പേര് കെട്ടിത്തൂക്കണം, അതൊന്നും പോരാ. മമ്പുറത്ത് പോയി അവിടെ നിന്ന് ഒരു പച്ച കഷ്ണം വാങ്ങിയിട്ട് എന്റെ ബൈക്കിന്റെ സ്റ്റിയറിംഗിന്റെ അടിയിൽ കെട്ടണം, പിന്നെ അല്ലെങ്കിൽ കാറിന്റെ സ്റ്റിയറിംഗിന്റെ അടിയിൽ കെട്ടിത്തൂക്കണം. ഇതൊക്കെയല്ലേ നമ്മുടെ വിശ്വാസം. ചിലരെ ബൈക്കുമ്മ കാണൊരു പച്ച കഷ്ണം, ചിലരെ കാറുമ്മ കാണൊരു പച്ച കഷ്ണം. എന്തിനാ ഈ പച്ച? ഭംഗിക്ക് കൊടുത്തതാ? അല്ല, അത് മമ്പുറത്തുനിന്ന് തന്നതാ. ഈ കാറാരാ തന്ന സഹോദര? ഈ അടുത്ത് ഒരു പ്രസംഗം കേട്ടു. എന്താ? ഇവിടെ നമുക്ക് എന്ത് നിയമത്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും അതെല്ലാം CM മടവൂരിൽ നിന്നാണ്. ഇനി എന്ത് കിട്ടാനുണ്ടെങ്കിലും ഒക്കെ CM മടവൂരിൽ നിന്നാണ്. ലോകത്തും പരലോകത്തുമുള്ള എല്ലാ ഫضലുകളും CM മടവൂരിൽ നിന്നാണ്. പാപികളായ ആഖിറുൽ സമാനിലെ ചണ്ടിച്ചവറുകളായ എനിക്കും നിങ്ങൾക്കും ദുനിയാവും തരാനുള്ളത് ശൈഖുനയാണ്, ആഖിറവും നൽകാൻ സാധിക്കുന്നവർ ശൈഖുന തന്നെ. നമ്മുടേതായി നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല. എന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എന്ത് ഖൈറുകളുണ്ടോ, എന്തെല്ലാം നിഅമത്തുകളുണ്ടോ, എല്ലാം മടവൂരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹിനെക്കാളിലും വലുതായി ചില ആളുകളെ ചിത്രീകരിച്ച് അവരെ പേരിലുള്ള മാലയിലേക്കും മൗലീദിലേക്കും ആ ജാറത്തിലേക്കും മഖബറയിലേക്കും മാളയുണ്ടാക്കി അതൊരു കച്ചവടമാക്കി നമ്മുടെ പണ്ഡിതന്മാരൊക്കെ ചില ആളുകൾ കൊണ്ടു നടത്തുമ്പോൾ നമ്മൾ നമ്മുടെ പരലോകം ആലോചിക്കും എന്നേ പറയാനുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ നബിമാരും അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഏത് റബ്ബിനോടാണോ ആ റബ്ബിൽ തന്നെ തവക്കുലും വേണ്ടത്. നമുക്ക് റബ്ബ് വീട് തന്നു, റബ്ബ് അനുഗ്രഹമായിട്ട് കാറ് തന്നു. ഇനി ആ കാറിന് അപകടം വരാതെ ദോഷം വരാതെ കാക്കേണ്ടതാരാ? അള്ളാഹ് തന്നെയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, റബ്ബിൽ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞോ, അത് മതി. ഫഖദ് കുഫീത്, നിനക്കത് മതിയായതാണ്. റബ്ബിന് സംരക്ഷണം നിനക്കുണ്ടാകും. ആ വാഹനത്തിൽ കയറുമ്പോ പറഞ്ഞോ, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. നമുക്കിതൊന്നും ചൊല്ലാനും പഠിക്കാനും ഒന്നിനും നേരമില്ല. നമ്മളവിടെ നൂല് കെട്ടിയിട്ടുണ്ട്, എല്ലാം റെഡിയായി. കാരണം ഷെയ്ഖ് നോക്കിക്കോളും, അല്ലെങ്കിൽ ആ ഖബറിൽ ആള് നോക്കിക്കോളും. തവക്കുൽ എവിടെയാ? ഈമാൻ എവിടെയാ? പ്രതീക്ഷ എവിടെയാ? ഭയം എവിടെയാ? അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥ അതിന്റെ ആശയത്തിലേക്ക്, വസ്തുതയിലേക്ക് നമ്മൾ ആരും വന്നിട്ടില്ല എന്ന് പറയാനുള്ള കാരണം. ശരി സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് ഖുർആനിൽ നബിമാരുടെ പ്രാർത്ഥനയെ കുറിച്ചാണ്.